ഇളയ ദളപതി വിജയുടേതായിട്ട് ഇന്നലെ പുറത്തിറങ്ങിയ പടം ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തിയേറ്ററിൽ പോയിട്ട് കണ്ടു. പടത്തെക്കുറിച്ച് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു ആവറേജ്, ജസ്റ്റ് ആൻ ആവറേജ് മൂവി. അതൊരു തിയേറ്റർ വാച്ചാണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും. ഞാനൊരു കടുത്ത വിജയ് ആരാധകനാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പടത്തിന് എനിക്ക് പോസിറ്റീവായിട്ട് വളരെ കുറച്ച് എലമെൻറ്റ്സ് മാത്രമേ തോന്നുന്നുള്ളൂ. പടത്തിൻ്റെ ഡയറക്ടർ വെങ്കട് പ്രഭുവാണ്. വെങ്കട് പ്രഭുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെന്നൈ എന്ന് പറഞ്ഞ പടം, മങ്കാത്ത എന്ന് പറഞ്ഞ പടം, മാനാട് എന്ന് പറഞ്ഞ പടം, അതേപോലെ സരോജ, ഈ പടങ്ങളൊക്കെ അത്യന്തം എൻ്റർടൈനിങ് ആയിട്ടുള്ള പടങ്ങളാണ്, വെറൈറ്റി ആയിട്ടുള്ള പടങ്ങളാണ്. ഒക്കെ ഇത് ഒരു പരീക്ഷണം എന്ന രീതിയിൽ തോന്നുന്ന രീതിയിലുള്ള പടങ്ങളാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നല്ല തിയേറ്റർ കളക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റിയ പടങ്ങളുമാണ്. ലാസ്റ്റ് ഇറങ്ങിയ മാനാടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹിറ്റായിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പടം എടുക്കാൻ പറ്റുന്ന ഒരു സംവിധായകൻ, അത് വിജയിനെ പോലുള്ളൊരു ആക്ടറെ കിട്ടുകയാണ്, എത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടറെ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മളെല്ലാവരും തിയേറ്ററിൽ പോവുക. ഒരുപാട് ബഡ്ജറ്റിൽ 200 കോടിയിലപ്പുറം ബഡ്ജറ്റിലാണ് ഈ പടം ഒരുക്കിയിട്ടുള്ളത്. വിജയ് ഡബിൾ റോളിലാണ് വരുന്നത്. അപ്പോൾ ഈ പടം തുടങ്ങുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2008 കാലഘട്ടം കാണിച്ചിട്ടാണ്, ഒരു ടെററിസ്റ്റ് ഓപ്പറേഷൻ കാണിച്ചിട്ടാണ്. വിജയ് ഉൾപ്പെടുന്ന ടെററിസ്റ്റിനെതിരെ പോരാടുന്ന സംഘത്തിൻ്റെ പേര് സാറ്റ്സ് എന്നാണ്, സ്പെഷ്യൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ലീഡ് ചെയ്യുന്ന വിജയുടെ കൂടെ ജയറാമുണ്ട്, പിന്നെ അതേപോലെ തന്നെ പ്രശാന്ത് ഉണ്ട്, പിന്നെ നമ്മളെ പ്രഭുദേവ് ഉണ്ട്, പിന്നെ അജ്മലുണ്ട്. ഇവരൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ടീമാണ്. അതിൻ്റെ ലീഡർ പിന്നെ ജയറാമാണ്. ജയറാമിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ 2008 കാണിച്ചിട്ട് പിന്നെ വിജയുടെ കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. മലേഷ്യയിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ, അതിന് വെച്ചിട്ട് വിജയുടെ മകനെ നഷ്ടപ്പെടുന്നതാണ് കഥ. അപ്പോൾ അതിനുശേഷം വിജയും സ്നേഹ വിജയുടെ വൈഫാണ്. അപ്പോൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന, പിന്നെ വിജയ്ക്ക് ഒരു മകൾ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ലോ ലൈഫിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ആൾ രണ്ടാമത് റീ എൻട്രി വരികയാണ്. ആരുടെ? മകൻ വിജയുടെ റീ എൻട്രി വരികയാണ്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന താളപ്പിഴകളും പ്രശ്നങ്ങളൊക്കെയാണ് ഈ പടത്തിൻ്റെ ഇതിവൃത്തം. പടം ആസ് സച്ച് സ്റ്റോറി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു മറന്നതാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ, സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ആണെങ്കിൽ പോലും മേക്കിംഗ് അത്ര നല്ല രീതിയിലായിട്ടില്ല. VFX പാർട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും ഇതിൽ വിജയിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന കുട്ടി വിജയ്, അതിന് ജീവൻ എന്നാണ് അവൻ്റെ പേര്, സഞ്ജയ് എന്നൊരു വേറൊരു പേരുമുണ്ട്. അപ്പോൾ ഇവന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിനെ വെച്ചിരിക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ള AI വെച്ചിട്ടാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഒട്ടും നമുക്ക് അങ്ങോട്ട് യോജിക്കുന്ന, ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവമല്ല തിയേറ്ററിൽ കാണുമ്പോൾ. നമുക്കത് AI വെച്ചിട്ട് ഒരു ആളെ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുഖത്തുള്ള ചുക്കും ചുളിവുകളും കാര്യങ്ങളും ഒരു സാധനം ഉണ്ടാവില്ല, ഒരു ലെയിൻസ് പോലും ഉണ്ടാവില്ല, ഒരു മാസ്ക്ഡ് ഫേഷ്യസ് ആയിരിക്കും. അതായത് ഒരു പ്രത്യേകിച്ചൊരു വികാരമില്ലാത്ത ഒരു രൂപം, ആ മുഖത്തിന് ഒരു പ്രത്യേകിച്ചൊരു സംഭവവും ഇല്ല, ഒരു വികാരവും ഇല്ല, ഫുള്ള് ഇങ്ങനെ എന്താ പറയുക പുട്ടിയിട്ട പോലെ മാസ്കിലേക്ക് ഫേഷ്യസ് ആയിരിക്കും, ഒരു മാസ്കില്ല ഒരു അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ ഇത് വിജയാണ് നമ്മൾ ഊഹിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. വിജയുടെ കുട്ടിക്കാലാണ് കാണിക്കുന്നത്. വിജയുടെ ഒരു 21 ഇയർ ഓൾഡ് അല്ലെങ്കിൽ ഒരു 23 ഇയർ ഓൾഡ് വിജയനെയാണ് കാണിക്കുന്നത് മകനായിട്ട്. അത് അച്ഛൻ വിജയ്, അവരുടെ കോംബോ സീൻസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കൂല. ഈ AI വിജയ് ഒരു മാച്ചിങ് ആവാത്ത പോലെ, മിസ്മാച്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് നമുക്കുള്ള ഒരു മെയിൻ പ്രശ്നം. പിന്നെ സ്റ്റോറി ആസ് സച്ച് വലിയ കുഴപ്പമില്ലെങ്കിൽ പോലും ഈ മേക്കിംഗ് വളരെ മോശമായതുകൊണ്ട് തന്നെ നമുക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ഫൈറ്റ് സീക്വൻസ്, ആക്ഷൻ സീക്വൻസ്, ചേസ് സീക്വൻസ് ഒക്കെ ഉണ്ട്, നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ പോലും എന്തിന് എന്നൊരു ചോദ്യം അതിൽ പലപ്പോഴായിട്ട് തഴച്ചു മുഴച്ചു നിൽക്കുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് അതേപോലെ മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച്, IPL മാച്ച് കാണിക്കുന്നുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ട് പടത്തിനകത്ത് എന്തൊക്കെ കുത്തിക്കയറ്റണം, എന്തൊക്കെ ചെയ്തു വെക്കണം എന്നുള്ള രീതിയിൽ ഒരു ശ്രമം മാത്രമാണ് നമ്മളുടെ വെങ്കട് പ്രഭുവിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മ്യൂസിക് പാർട്ട് നോക്കുകയാണെങ്കിൽ 2 പാർട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ 2 പാട്ട് കേട്ടുകൊണ്ടിരിക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തരക്കേടില്ല എന്നുള്ളത് മാത്രം പറയാം. യുവൻ ശങ്കർ രാജയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ള. ആ പണ്ടത്തെ സ്പാർക്ക് കാര്യങ്ങളൊന്നുമില്ല, പണ്ടത്തെ പയ്യയിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ആ സ്പാർക്കോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട്, ഒരു ഒപ്പിക്കൽ പാട്ടുകൾ മാത്രമായിട്ടാണ് എനിക്ക് ഈ പടത്തിനകത്തുള്ള മ്യൂസിക് അതേപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ തോന്നിയത്. പിന്നെ ആസ് സച്ച് ഇതിൻ്റെ ഒരു എൻഡിങ് ഒരു നല്ലൊരു രസമുള്ള രീതിയിലുള്ളൊരു എൻഡിങ് ഒന്നുമില്ല, കുഴപ്പമില്ല, തരക്കേടില്ല എന്നുള്ള രീതിയിൽ എൻഡിങ്. ഒരു ടൈലൻറ്റ് വെച്ചിട്ടുണ്ട്, ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ ഒരു സെക്കൻഡ് പാർട്ട് എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് പാർട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി എന്തിനാ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിലൊരു ചോദ്യം അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കട്ട വിജയ് ഫാനാണെങ്കിൽ പോലും, ഇപ്പോൾ ഞാനൊരു നല്ല വിജയ് ഫാനാണ് എങ്കിൽ പോലും നമുക്ക് എത്രമാത്രം ഈ പടം നല്ലതല്ലെങ്കിൽ
നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്രയേറെ പ്രതീക്ഷയോടെ കൊട്ടിഘോഷിക്കപ്പെട്ട് 1 വർഷത്തോളം കാലയളവിൽ നമ്മൾ കാത്തിരുന്ന് വന്ന ഇന്നലെ റിലീസ് ചെയ്ത വിജയുടെ ചിത്രമായിട്ടുള്ള ഗോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ട്, നിങ്ങൾക്ക് വിജയുടെ പടം കണ്ടേ അടങ്ങുള്ളൂ, നിങ്ങൾക്ക് വിജയുടെ പെർഫോമൻസ് മാത്രം മതി, വിജയുടെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്രം കണ്ടാൽ മതി, പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് ഫീൽ ഗുഡ് മൂവി അങ്ങനത്തെ ഒന്നും വേണമെന്നില്ല, തട്ടുപൊളിപ്പൻ മസാലപ്പടം പോലും ഇതിനും ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു പടം മാത്രം കണ്ടാൽ മതി എന്നെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണുന്നതിന് തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ഇതൊരു OTT റിലീസിനുള്ള സ്റ്റഫ് പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ആൻ ആവറേജ് മൂവി, ഒരു 5 ഔട്ട് ഓഫ് 10 മാത്രം സ്കോർ കൊടുക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി മാത്രമാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദ ഗോട്ട്.